പൂച്ചകളുണ്ട്. എന്തോ ചിലപ്പോൾ വെള്ളിയാഴ്ച എണീറ്റിട്ടുണ്ടാവും. വെള്ളിയാഴ്ച നടക്കാൻ പോകാനായിട്ട് ഉണ്ടോ വെള്ളിയാഴ്ച? ഇല്ലല്ലോ, വെള്ളിയാഴ്ചനൊന്നും കണ്ടില്ലല്ലോ വീട്ടിൽ. സുധരാമ എണീറ്റിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു സുധരാമേനെ. പറ എവിടെ പോണെന്ന്. വാക്കിങ് ചെയ്യാൻ പോവാ സുധരാമ ഞങ്ങള്. സുധരാമ ഇപ്പൊ എണീറ്റല്ല. ദിവസമൊക്കെ തീർന്ന ആശുപത്രികളിലൊക്കെ ആയിട്ട് പോയി. എല്ലാരും ഉറങ്ങിയാ? അതാ സുധരാമയുടെ കയ്യിലാ. അതിൽ ഉപ്പനെ കണ്ടോ? ഉപ്പന്റെ പാട്ടറിയാമോ? ഉപ്പ 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 ഇപ്പൊ പോയില്ലേ ഉപ്പന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇപ്പൊ പോയില്ലേ ഉപ്പന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടൊരു പാട്ടുണ്ടായിരുന്നു. ആ ഗുഡ് മോർണിംഗ് ചേച്ചമ്മേ. ഞങ്ങൾ വെള്ളിയാഴ്ച നടന്നിട്ട് വരുന്നത് കണ്ടായിരുന്നു. നീ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല വെള്ളിയാഴ്ചന. ഞാൻ 10-30 ദിവസം ഉണ്ടായിരുന്നെങ്കിലും ആകെപ്പാടി ഒരു ദിവസം മാത്രമാണ് കേട്ടോ പാവൻ ടൂക്കുവിന് പ്രോമിസ് ചെയ്തതുപോലെ വാക്കിങ്ങിന് കൊണ്ടുപോയത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ എണീറ്റപ്പം തന്നെ ഉച്ചയാകും. അങ്ങനെ ചേച്ചിമ്മയോട് വെള്ളിയാഴ്ചനെ പരതി അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് നടക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു കാണാനും പറ്റും കേട്ടോ. ഫസ്റ്റ് ഡേ വാക്കിങ് ഇഷ്ടപ്പെട്ടോ? കുറേ പേര് കണ്ടല്ലേ, കിളികളെ കണ്ടല്ലേ. ഓക്കെ, പനി പിടിക്കാതിരുന്നാൽ മതി. പനി പിടിച്ച് എൻ്റെ നമ്മൾ ശരിയാക്കുമല്ലേ. അങ്ങനെ മോർണിംഗിലുള്ള വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു ഓട്ടോ എടുത്ത് നേരെ ചേർത്തലയിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് നമുക്ക് പൂവൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്നത് ഈ ചേർത്തല മുട്ടമ്പള്ളിയുടെ ഓപ്പോസിറ്റുള്ള ഈ ഫ്ലവർ ഷോപ്പിൽ നിന്നാണ്. ഇപ്രാവശ്യം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ബൊക്ക നമ്മൾ പറഞ്ഞതും അവർ കേട്ടതുമായിട്ട് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ബൊക്ക വാങ്ങാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ നമുക്ക് ഈശോനെയോ മാലാഖമാരെയോ കർത്താവിനെയോ ഒടേ തമ്പുരാനെയൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഇവിടുത്തെ രൂപങ്ങളൊക്കെ പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ. പല സൈസിലും ഉണ്ട്. ഞാനപ്പോൾ ലുക്കിനോട് പറയായിരുന്നു, ലുക്കു നമ്മൾ 2 നില അല്ല 4 നില ലുക്ക് പറയുന്ന പോലെ വെക്കുമ്പോൾ ഏത് രൂപത്തട്ട് വേണം അല്ലെങ്കിൽ ഏത് രൂപക്കൂട് വേണമെന്ന് ലൂക്ക് ഇങ്ങനെ ഓരോന്നും വീക്ഷിച്ചു. ഇതിൽ നിന്ന് ഞങ്ങൾ ഒരു ഫാമിലി ഹോളി ഫാമിലി എടുത്തു. ആ റെഡ് ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ എടുത്തത്. അതിനുശേഷം കുറച്ച് ഫ്ലവേഴ്സൊക്കെ നോക്കി പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് പോന്നു. അങ്ങനെ പോരുന്ന വഴിയാണ് ഈ ക്രൂശിതനായ കർത്താവിനെ കണ്ടത് കേട്ടോ. രസമില്ലേ? അങ്ങനെ നമ്മൾ വാങ്ങിച്ച ആ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നമ്മൾ നേരെ തണ്ണീർമുഖത്തെത്തി. പിന്നെ ലുഡോ കളിയായി എല്ലാവരും കൂടെ ഇരുന്ന്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.